ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. 2014 ശേഷം IPL പ്ലേ ഓഫിലേക്ക് ആദ്യമായി യോഗ്യത നേടിയ സീസണിൽ തന്നെ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാൻ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെയാണ് ആ ഒരു ടോപ്പ് 2 ഫിനിഷ് എന്ന പഞ്ചാബ് കിങ്സിന്റെ സ്വപ്നം പൂവണിഞ്ഞത്. മുംബൈ ഇന്ത്യൻസിനെ പോലെ നിരവധി മാച്ച് വിന്നേഴ്സ് ഉള്ള ഒരു ടീമിനെതിരെ തീർത്തും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു പഞ്ചാബ് കിങ്സിന്റേത്. നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പൊ ഈ മത്സരത്തിന്റെ കാര്യം അറിയാം, ജയിക്കുന്ന ടീം ക്വാളിഫയർ 1 കളിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തപ്പോൾ പോലും അവർക്ക് ടോപ്പ് 2 ഫിനിഷ് നമ്മൾ ആരും അങ്ങനെ സാധ്യത കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ തുടർച്ചയായിട്ട് ഒരു 4 റിസൾട്ട്സ് അവർക്ക് അനുകൂലമായി വന്നതോടെ ഇന്നലെ അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 2 എന്നൊരു സ്വപ്നം സാധ്യമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാലോ, ഒരു ടോപ്പ് 2 വരുന്ന ടീമിന് 2 ചാൻസ് കിട്ടും. അപ്പോൾ മിക്കവാറും ടോപ്പ് 2 ഫിനിഷ് ചെയ്യുന്ന ടീം ഫൈനലിൽ കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാൻസ് കൂടി അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്നലത്തെ മത്സരം തീർത്തും വാശിയേറിയ ഒരു മത്സരമായിരുന്നു. എന്നാൽ നമുക്കറിയാം, മുംബൈ ഇന്ത്യൻസ് പോലെ ഇപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ട്രോങ് സൈഡാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിരവധി മാച്ച് വിന്നേഴ്സ് ഉണ്ട്, ഒരു സ്ട്രോങ് ഇന്ത്യൻ കോർ ഉണ്ട്. അങ്ങനെ ഒരു സൈഡിനെ തോൽപ്പിക്കുക, അതും ഫോമിലുള്ള സൈഡാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 8 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 7 മത്സരങ്ങളും വിജയിച്ച ടീമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെതിരെ തികച്ചും ഡോമിനേറ്റിംഗ് ആയ ഒരു ആധികാരികമായ പെർഫോമൻസ് ആണ് പഞ്ചാബ് കിങ്സ് കാഴ്ചവെച്ചത്. ഇപ്പോൾ ടോസ് നേടി ബോളിംഗ് ഞാൻ പറഞ്ഞതുപോലെ അവർ തിരഞ്ഞെടുത്തു. മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പവർ പ്ലേയിൽ തന്നെ ഒരു 10+ റൺ റേറ്റിൽ സ്കോർ ചെയ്യാനൊന്നും അവരെ പഞ്ചാബ് കിങ്സ് ബോളേഴ്സ് അനുവദിച്ചില്ല. ഇപ്പോൾ നമ്മൾ പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അവരെടുത്തത് 52 റൺസാണ്. അപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് ഒരു 8.67 ആണ്. ആ ഒരു സ്റ്റേജിൽ അവർക്ക് റയാൻ റിക്കൽട്ടന്റെ വിക്കറ്റ് നഷ്ടമായി. ഇപ്പോൾ റിക്കൽട്ടന്റെ കാര്യം പറഞ്ഞാൽ 20 പന്തിൽ 27, അതുപോലെ രോഹിത് ശർമ്മ അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു, 21 പന്തിൽ 24. അപ്പോൾ പവർ പ്ലേയിൽ ആ ഒരു പുഷ് കൊടുക്കാൻ ഈ ഓപ്പണേഴ്സിന് കഴിഞ്ഞില്ല. ഇപ്പോൾ നമുക്കറിയാം, രോഹിത് ശർമ്മയൊക്കെ ചില മത്സരങ്ങളിലൊക്കെ നല്ലൊരു സ്റ്റാർട്ടാണ്, ഒരു ഫാസ്റ്റ് സ്റ്റാർട്ടാണ് മുംബൈ ഇന്ത്യൻസ് നൽകുന്നത്. അതുപോലെ റയാൻ റിക്കൽട്ടനും നിലവിൽ ഫോമിലുള്ളൊരു താരമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു 150+ സ്ട്രൈക്ക് റേറ്റിൽ, അറ്റ്ലീസ്റ്റ് ഒരു 150+ സ്ട്രൈക്ക് റേറ്റിലെങ്കിലും കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 53 റൺസ് മാത്രമാണ് ഇവർക്ക് ഈ ഒരു ഫേസിൽ എടുക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഇനി പഞ്ചാബ് കിങ്സിന്റെ ആ ഒരു ഫേസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ഫേസ് ആണ്. അതിലേക്ക് നമുക്ക് വരാം. പിന്നീട് ഈ മിഡിൽ ഓവേഴ്സ് വന്നപ്പോഴേക്കും ഇവര് ഈ മത്സരത്തിൽ വൈശാഖ് വിജയകുമാർ ടീമിലുണ്ടായിരുന്നു. വൈശാഖ് വളരെ നന്നായിട്ടാണ് ബോൾ ചെയ്തത്. ഇപ്പം മിഡിൽ ഓവേഴ്സ് വന്നാലും ഇവർക്ക് 79 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അതായത് 8.77 ആണ് മിഡിൽ ഓവേഴ്സിലെ ആ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 വിക്കറ്റും അവരുടെ നഷ്ടമായി. അങ്ങനെ വന്നപ്പോൾ മിഡിൽ ഫേസിലായാലും ആ ഒരു മത്സരവുമായിട്ട് ഓടിപ്പോവാൻ മുംബൈ ഇന്ത്യൻസ് ബാറ്റേഴ്സിനെ ഇവർ അനുവദിച്ചില്ല. ഒരു സൈഡിൽ സൂര്യകുമാർ യാദവ് സ്ട്രോങ് ആയിട്ട് പോകുമ്പോഴും അടുത്ത സൈഡിൽ നിന്ന് വിക്കറ്റ് വീഴ്ത്താൻ ഇവർക്ക് കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിലക് വർമ്മ സ്ട്രഗ്ലിംഗ് ആയിരുന്നു, 4 പന്തിൽ 1 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. വിൽ ജാക്സ് വന്നിട്ട് ഒരു നല്ലൊരു ബ്ലിറ്റ്സ്, അതായത് നല്ല അറ്റാക്കിംഗ് ഇന്റന്റോട് കൂടിയാണ് വിൽ ജാക്സ് തുടങ്ങിയത്. ഒരു പരിധി വരെ അത് ഫലപ്രദമാവുകയും ചെയ്തു. 8 പന്തിൽ 17 റൺസാണ് വിൽ ജാക്സ് എടുത്തത്. എന്നാൽ വൈശാഖിന്റെ പന്തിൽ തന്നെ ഒരു നക്കിൾ ബോൾ കളിക്കാൻ ശ്രമിക്കുന്നതിനിടെ, ഒരു ബിഗ് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിൽ ജാക്സ് പുറത്തായി. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ വന്നു. ഇപ്പോൾ ഹാർദിക്കിന്റെ കാര്യം പറഞ്ഞാൽ 15 പന്തിൽ 26, അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് കളിച്ചത്. അത് കഴിഞ്ഞ് ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ നമാന്ദർ 12 പന്തിൽ 20. ഇവർക്കെല്ലാം ഒരു ഷോർട്ട് കമ്യൂസ് കളിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം ഒരു എൻഡ് ഹോൾഡ് ചെയ്ത് സൂര്യകുമാർ യാദവാണ്. 39 പന്തിൽ 57 റൺസാണ് സൂര്യ എടുത്തത്. മിഡിൽ ഓവർ ഫേസ് കഴിഞ്ഞിട്ട് ആ ഒരു ഡെത്ത് ഓവർ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവർ 53 റൺസാണ് സ്കോർ ചെയ്തത്. മുംബൈ ഇന്ത്യൻസിന്റെ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് നടന്ന മത്സരം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ ഒരു മത്സരത്തിൽ 18 ഓവറിൽ 132 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് എടുത്തത്. എന്നാൽ അടുത്ത 2 ഓവറിൽ 48 റൺസ് ഇവരെടുത്തു, സൂര്യകുമാർ യാദവും മന്ദിറോട് ചേർന്നിട്ട്. എന്നാൽ ഈ മത്സരത്തിൽ 5 ഓവറിൽ 53 റൺസാണ് വന്നത്. ആ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു അപ് ടു ദ മാർക്ക് ആയിട്ടുള്ള റൺ റേറ്റ് 10 എബോവ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു മുംബൈ ഇന്ത്യൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫൈനൽ സർജ് ഇവർക്ക് കിട്ടിയില്ല. അതിന് കാരണം എന്ന് പറയുന്നത് 18ാമത്തെ ഓവറിലും 20ാമത്തെ ഓവറിലും എക്സലന്റ് ആയിട്ടാണ് പഞ്ചാബ് കിങ്സ് ബോൾ ചെയ്തത്. ഇതിനിടയിൽ ഒരു 19ാമത്തെ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്കോറിംഗ് ഓവർ ആയിരുന്നു. വൈശാഖ് എറിഞ്ഞ ഓവറിൽ 23 റൺസാണ് മുംബൈ ഇന്ത്യൻസ് സ്കോർ ചെയ്തത്. എന്നാൽ കൈൽ ജെയിംസ് എറിഞ്ഞ 18ാമത്തെ ഓവറിൽ 5 റൺസ് മാത്രമാണ് ഇവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ഇനി അർഷദീപ് സിംഗ് എറിഞ്ഞ ഫൈനൽ ഓവർ ആവട്ടെ ഒന്നുകൂടി എക്സലന്റ് ആയിരുന്നു. വെറും 3 റൺസ് വഴങ്ങി 2 വിക്കറ്റ് 20ാമത്തെ ഓവറിൽ എടുത്തു. അപ്പോൾ ഒന്ന് നോക്കണം, ആ ഒരു 5 ഓവറിൽ നമ്മൾ 53 റൺസ് എടുത്തു എന്ന് പറയുമ്പോൾ 3 ഓവറിലാണ് അതിൽ 45 റൺസും വന്നത്. ബാക്കിയുള്ള 2 ഓവറിൽ വെറും 8 റൺസാണ് ഇവർക്ക് സ്കോർ ചെയ്യാനായത്. അപ്പോൾ ഈ 2 ഓവറുകൾ, പ്രത്യേകിച്ചും അർഷദീപ് സിംഗിന്റെ ലാസ്റ്റ് ഓവർ വളരെയേറെ ക്രൂഷ്യലായി. ആ ഒരു 2 ഓവറിലൂടെ അടി വീണ്ടിരുന്നെങ്കിൽ സ്കോർ 200 കടന്നേനെ. ഇപ്പോൾ മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ തന്നെ പറഞ്ഞു, ഒരു പാർ സ്കോറിനേക്കാൾ 20-25 റൺസ് കുറവായിരുന്നു അവരെടുത്തതെന്ന് പറഞ്ഞു. നല്ല ബാറ്റിംഗ് കണ്ടീഷൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു നല്ല പിച്ചിൽ മുംബൈ ഇന്ത്യൻസിനെ ആ ഒരു 20 റൺസിന് താഴെ നിർത്താൻ സഹായിച്ചത് ഈ 2 എക്സലന്റ് ഓവേഴ്സ് ആണ്. അത് നമ്മൾ എടുത്തു പറഞ്ഞേ മതിയാവും. അങ്ങനെ വന്നപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് 184 റൺസാണ്. 7 വിക്കറ്റ് അവർക്ക് നഷ്ടമായി. ഇനി നമ്മൾ നമ്മുടെ പഞ്ചാബിന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പിക്ക് ഓഫ് ദ ബോളർ അർഷദീപ് സിംഗ് തന്നെയാണ്. അർഷദീപ് 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് എടുത്തത്. അതിൽ ആ എക്സലന്റ് 20ാമത്തെ ഓവർ ഉൾപ്പെടും.
പിന്നീട് മാർക്ക് യാൻസൺ 4 ഓവറിൽ 34 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. വൈശാഖ് വിജയകുമാർ 4 ഓവറിൽ 44 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വൈശാഖ് ബോൾ എറിഞ്ഞത്. ആ ഒരു ലാസ്റ്റ് ഓവറിൽ അടി വീണു, 23 റൺസ് വീണു. ഇനി ഹർപ്രീത് ബ്രാർ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. കൈൽ ജെയിമിസൺ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, 4 ഓവറിൽ 42 റൺസ് വഴങ്ങി. അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് 37 റൺസ് മാത്രമേ 3 ഓവറിലാണ് കൈൽ ജെയിമിസൺ കൊടുത്തത്. അതിൽ അവസാന ഓവർ എക്സലന്റ് ആയിട്ട് 18ാമത്തെ ഓവറിൽ വെറും 5 റൺസ് മാത്രം കൊടുത്തു. നല്ല എക്സലന്റ് ആയിട്ട് തന്നെയാണ് ജെയിംസൺ എറിഞ്ഞത്. അതിലും സ്ലോ ബോളുകളൊക്കെ മനോഹരമായിട്ട് ആ ഒരു 18ാമത്തെ ഓവറിൽ കൈൽ ജെയിംസൺ യൂസ് ചെയ്തു. ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ചേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പഞ്ചാബിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ഒരു സ്ട്രോങ് ടോപ്പ് ഓർഡർ ആണ്. അത് ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ പ്രിയാൻഷാരി ആയാലും പ്രസിമ്രാൻ ആയാലും ശ്രേയസ് അയ്യർ ആയാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ ഹൈ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പവർ പ്ലേയിൽ ഇവരെ നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസിനായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പവർ പ്ലേ ഫേസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ വെറും 47 റൺസ് മാത്രമാണ് ഈ ഒരു ഫേസിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ മുംബൈ ഇന്ത്യൻസുമായിട്ട് 5 റൺസിന്റെ വ്യത്യാസം. ഇവിടെ ഇവർക്കും ഒരു വിക്കറ്റ് നഷ്ടമായി. ഇവിടെ വിക്കറ്റ് നഷ്ടമായത് പ്രഭ്സിമ്രാൻ സിംഗിന്റെ വിക്കറ്റാണ്. ഇവിടെ പ്രഭ്സിമ്രാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ ഇങ്ങനത്തെ പിച്ചിൽ, അതായത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഒരു കാര്യം മനസ്സിലായി, സ്ലോ ബോൾസുകൾ അടിക്കാൻ കുറച്ച് പാടാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആ ഒരു ടാക്ടിക്കിലേക്ക് ഇവർ തുടക്കം തന്നെ തിരിഞ്ഞു. അത് മാത്രമല്ല ഒരു മെയ്ഡൻ ഓവർ കൂടി വന്നു. പ്രഭ്സിമ്രാനൊക്കെ ഒരു മെയ്ഡൻ ഓവർ കളിക്കുന്നത് നമ്മൾ ചിന്തിക്കത്ത് പോലുമില്ല. ആ രീതിയിൽ ഒരു മെയ്ഡൻ ഓവർ ദീപക് ചഹർ എറിഞ്ഞു. പിന്നീട് പവർ പ്ലേയിൽ തന്നെ ബൂംറയുടെ ഓവറിൽ പ്രഭ്സിമ്രാൻ പുറത്തായി. 16 പന്തിൽ 13 റൺസ് മാത്രമാണ് എടുത്തത്. അതിനുശേഷം 1 ഡൗൺ ആയിട്ട് ജോഷ് ഇംഗ്ലിസ് വന്നു. ഇവിടെയാണ് ഒരു മാച്ച് ഡിഫൈനിങ് പാർട്ണർഷിപ്പ്, പ്രിയാൻഷാരിയും ജോഷ് ഇംഗ്ലിസൂടെ ചേർന്നിട്ട് ഒരു മാച്ച് ഡിഫൈനിങ്, ആ ഒരു റിസൾട്ടിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പിൽ അവർ സ്കോർ ചെയ്തത് 109 റൺസാണ്. അതും ഒരു ഹൈ റൺ റേറ്റിലാണ് ഇവർ കളിച്ചത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ പവർ പ്ലേയിൽ ഒരു 47 റൺസ് മാത്രമാണ് വന്നത്, ഓൺ പാർ ആയിരുന്നു. എന്നാൽ മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹൈ റൺ റേറ്റിൽ ഇവർ കളിക്കാനായി. നമുക്കറിയാം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആ ഒരു 9 ഓവറിൽ എടുത്തത് 79 റൺസാണ്. എന്നാൽ പഞ്ചാബ് കിങ്സിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ 99 റൺസ് എടുത്തു. അതായത് ഒരു 20 റൺസിന്റെ വ്യത്യാസം അവിടെ വന്നു. അത് മാത്രമല്ല മുംബൈ ഇന്ത്യൻസിന് 3 വിക്കറ്റ് നഷ്ടമായപ്പോൾ ഈ ഫേസിൽ പഞ്ചാബ് കിങ്സിന് ഒരൊറ്റ വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത്. അപ്പോൾ പ്രിയാൻഷാരി ആയാലും ജോഷ് ഇംഗ്ലിസ് ആയാലും കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി കണ്ടെത്തി. അപ്പോൾ വളരെ മനോഹരമായിട്ട്, ഇപ്പോൾ ജോഷ് ഇംഗ്ലിസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോഷ് ഇംഗ്ലിസ് ഒരു പോക്കറ്റ് റോക്കറ്റ് ആണ്, നന്നായിട്ട് നല്ല ഹൈ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പ്ലെയർ ആണ്. അതുപോലെ തന്നെ സ്പിന്നിനെ നന്നായിട്ട് ഇംഗ്ലിസ് കളിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ അശ്വിനി കുമാറൊക്കെ എറിയാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു റിവേഴ്സ് സ്വീപ്പ് ഒക്കെ ചെയ്തിട്ട് മനോഹരമായിട്ട് ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഇൻവെന്റീവായിട്ട് കളിക്കാനും ജോഷ് ഇംഗ്ലിസിനായി. അങ്ങനെ വന്നപ്പോഴേക്കും മുംബൈയുടെ പ്ലാൻസ് എല്ലാം തകിടം മറിയുകയാണ് ചെയ്തത്. നമുക്ക് അവരുടെ ഇന്നിങ്സ് നോക്കിയാൽ പ്രിയാൻഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 35 പന്തിൽ 62, 177 സ്ട്രൈക്ക് റേറ്റ്. ഇപ്പോൾ അതുപോലെ ഇംഗ്ലീഷിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 42 പന്തിൽ 73, അതും ഒരു 173 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും വളരെ നന്നായിട്ട് കളിച്ചു. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പ് കഴിഞ്ഞതോടുകൂടി അവർക്ക് ചേസിങ്ങിൽ വലിയ പ്രശ്നങ്ങളില്ല. അതായത് തുടക്കം തൊട്ട് തന്നെ ഈ ഇന്നിങ്സിന് ഒരു ഘട്ടത്തിലും ആ ഒരു പവർ പ്ലേയിലെ കുറച്ച് സമയത്ത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും മുംബൈ ഇന്ത്യൻസിന് പഞ്ചാബ് കിങ്സിന് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടാണ് ഇവർ ഈ ചേസ് കൺട്രോൾ ചെയ്തത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 15ാം ഓവറിൽ പ്രിയാൻഷാരിയുടെ വിക്കറ്റ് നഷ്ടമായി. പിന്നീടുള്ള 2 വിക്കറ്റ് എടുത്തത് മിച്ചൽ സാൻഡർ ആണ്. പ്രിയാൻഷിന്റെ വിക്കറ്റ് പോയതിനു ശേഷം ശ്രേയസ് അയ്യർ വന്നു. അറിയാലോ, ശ്രേയസ് അയ്യർ വളരെ നന്നായിട്ട് തന്നെ ആ ഒരു മാച്ച് ക്ലോസ് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പം ജോഷ് ഇംഗ്ലിസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് ആ മാച്ച് ഫിനിഷ് ചെയ്യുന്നവരെ ക്രീസിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. സാൻഡറിന്റെ മതിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുറത്തായി. എങ്കിലും പിന്നീട് ശ്രേയസ് അയ്യർ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മത്സരം ഫിനിഷ് ചെയ്തു. അതും 9 പന്തുകൾ ബാക്കി നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 185 എന്ന വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് മറികടക്കുന്നത്. 16 പന്തിൽ 26 റൺസാണ് ശ്രേയസ് അയ്യർ എടുത്തത്. ഇപ്പോൾ നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോൾട്ട് എക്സ്പെൻസീവ് ആയിരുന്നു. 3.3 ഓവറിൽ 36 റൺസ് കൊടുത്തു. പിക്ക് ഓഫ് ദ ബോളേഴ്സ് എന്ന് പറയാൻ കഴിയുന്നത് ഒരു വിക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ എങ്കിലും ജസ്പ്രീത് ബുംറ തന്നെയാണ്. ബുംറ 4 ഓവറിൽ 23 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നീട് സാൻഡർ 2 വിക്കറ്റ് ഇട്ടു, പക്ഷേ 4 ഓവറിൽ 41 റൺസ് കൊടുത്തു. ബാക്കിയുള്ള ബോളേഴ്സ് ദീപക് ചഹാർ 3 ഓവറിൽ 28 റൺസ് കൊടുത്തു. അതിൽ 1 ഓവർ മേഡൻ ആയിരുന്നു. ബാക്കി 2 ഓവറിൽ നിന്ന് 28 റൺസ് കൊടുത്തു. ബാക്കി എല്ലാവരും എക്സ്പെൻസീവ് ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യ 2 ഓവറിൽ 29, അശ്വിനി കുമാർ 1 ഓവറിൽ 16, വിൽ ജാക്സ് 1 ഓവറിൽ 11. അങ്ങനെ എല്ലാ ബോളേഴ്സിനെയും അറ്റാക്ക് ചെയ്തിട്ട് റെഗുലർ ഇന്റർവെൽസിൽ ബൗണ്ടറി കണ്ടെത്താൻ നമ്മുടെ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞു. ജോഷ് ഇംഗ്ലിസ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. എക്സലന്റ് ഇന്നിംഗ്സ് ആയിരുന്നു ജോഷ് ഇംഗ്ലിസിന്റെ തന്നെ. IPL ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പോൾ നമ്മൾ പഞ്ചാബിന്റെ ടീം അനാലിസിസ് ചെയ്ത സമയത്ത് ഇംഗ്ലീഷിനെ ഞാൻ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പ്രിയാൻഷാരിയെ പറ്റി നമുക്ക് അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് കളിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇംഗ്ലീഷ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള, നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷിന്റെ ആ ഒരു ബെസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഹൈ ഹോപ്സ് ഉള്ള പ്ലെയർ ആയിരുന്നു. എന്നാൽ ആദ്യത്തെ മത്സരങ്ങളിൽ ടീമിലില്ല. പക്ഷേ ടീമിൽ വന്നതിന് ശേഷം വളരെ മികച്ച രീതിയിലാണ് ഇംഗ്ലീഷ് കളിക്കുന്നത്. ഇംഗ്ലീഷിന്റെ ഫോം എന്ന് പറയുന്നത് ഈ സീസണിൽ മാത്രമല്ല
വരുന്ന സീസണുകളിലും പഞ്ചാബ് കിങ്സിന്റെ ഒരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തിന്റെ കാര്യങ്ങൾ. പഞ്ചാബ് കിങ്സ് അങ്ങനെ ക്വാളിഫയർ 1 കളിക്കും. ഇനി ഇവര് പോയിന്റ് ടേബിൾ ഒന്നാമതാണോ രണ്ടാമതാണോ ഫിനിഷ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഇന്നത്തെ RCB LSG മാച്ച് പോലിരിക്കും. ഇപ്പോൾ RCB ജയിച്ചു കഴിഞ്ഞാൽ RCB ആയിരിക്കും പഞ്ചാബ് കിങ്സുമായിട്ട് ക്വാളിഫയർ 1 ഏറ്റുമുട്ടുക. ഇനി ആ 1-2 പ്ലേസസ് അപ്പോൾ ഒരു നെറ്റ് റൺ റേറ്റ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയാണ് RCB ജയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജയിക്കുന്നത് അനുസരിച്ചായിരിക്കും ആ ഒരു 1-2 പൊസിഷൻസ് വരിക. ഇനി RCB അല്ല LSG ആണ് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായും പഞ്ചാബ് കിങ്സ് തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത്. അങ്ങനെ വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ക്വാളിഫയർ 1 പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലായിരിക്കും. അതെന്തായാലും ഇന്നത്തെ മത്സരം കഴിയുന്നതോടുകൂടി നമുക്ക് വ്യക്തമാവും. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ ഇനി മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്റർ ആയിരിക്കും കളിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ മത്സരത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരിക്കും അതോ RCB ആയിരിക്കോ മുംബൈ ഇന്ത്യൻസിനെ എലിമിനേറ്ററിൽ നേരിടുക എന്നുള്ളത് നമുക്ക് വ്യക്തമാവുക. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.